കഴിഞ്ഞ ദിവസം ബീഹാറിലെ വോട്ടർ റൈറ്റ്സ് യാത്രയിൽ പ്രതിപക്ഷത്തിന്റെ 3 വലിയ മുഖങ്ങളാണ് പങ്കെടുത്തത്. രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും തേജസ്വി യാദവും. പ്രിയങ്ക ഗാന്ധി യാത്രയിൽ പങ്കെടുത്ത ദിവസം മുമ്പെങ്ങും ഇല്ലാത്ത വിധത്തിലുള്ള വലിയ ജനസമുദ്രമാണ് ഒഴുകിയെത്തിയത്. സുപ്പോളിൽ നിന്നും മധുബനിയിലേക്കുള്ള യാത്രയുടെ വേളയിലാണ് പ്രിയങ്ക ഗാന്ധി ഇതിന്റെ ഭാഗമായത്. രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ ഒഴുകിയെത്തിയ ജനസാഗരത്തെ കണ്ട് രാത്രിയിൽ അവരോട് സംസാരിച്ച പ്രിയങ്ക ഗാന്ധി, കോൺഗ്രസ് അധികാരത്തിലെത്തിയാൽ നിങ്ങളുടെ 2 പോത്തിൽ ഒന്നിനെ എടുത്ത് മുസ്ലിങ്ങൾക്ക് കൊടുക്കും എന്ന് മോദി പറഞ്ഞതിനെ അനുസ്മരിച്ച് ജനങ്ങളോട് സംസാരിച്ചത് ഒന്ന് കേൾക്കേണ്ടത് തന്നെയാണ്. സുഹൃത്തുക്കളെ, ചാനൽ ഇഷ്ടപ്പെടുന്ന സബ്സ്ക്രൈബ് ചെയ്യാത്തവർ അതെ, അത് തന്നെ, ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ടച്ച് ചെയ്യാൻ മറക്കല്ലേ. വലിയ ചൂടിലും രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരവും എന്നില്ലാതെ അതിശയകരമായ ജനക്കൂട്ടമാണ് രാഹുൽ ഗാന്ധിയുടെ വോട്ടർ റൈറ്റ്സ് യാത്രയിൽ എത്തിച്ചേർന്നത്. ഇതുവരെ രാജ്യം കാണാത്ത രീതിയിൽ യുവജനങ്ങളാണ് കോൺഗ്രസിന്റെ കൊടിയുമേന്തി ഈ യാത്രയിൽ വലിയ തോതിൽ പങ്കെടുക്കുന്നത്. സാധാരണയായി യുവാക്കൾക്ക് രാഷ്ട്രീയത്തോട് വിരക്തിയാണ് ഉള്ളത്. എന്നാൽ ഇപ്പോൾ യുവജനങ്ങൾക്ക് പോലും വ്യക്തമായിരിക്കുകയാണ്, അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി അവർ തെരുവിൽ ഇറങ്ങിയില്ലെങ്കിൽ അവർക്ക് യാതൊരു ഭാവിയും ഈ രാജ്യത്ത് ഉണ്ടാവുകയില്ല എന്ന്. രാത്രിയിൽ മധുബനിയിൽ എത്തിച്ചേർന്നപ്പോഴും ചിന്തിക്കാനാവാത്ത രീതിയിലുള്ള ജനക്കൂട്ടമാണ് ഈ യാത്രയുടെ ഭാഗമായത്. അതിന്റെ ചില ദൃശ്യങ്ങൾ ഇതാ കണ്ടുകൊള്ളൂ. സൂചി കുത്താൻ ഇടയില്ലാത്ത വിധം തിങ്ങി നിറഞ്ഞ ജനക്കൂട്ടമാണ് എങ്ങും ദൃശ്യമാകുന്നത്. ഇവിടെ വച്ച് പ്രതിപക്ഷത്തിന്റെ പ്രധാന നേതാക്കളെല്ലാം സംസാരിക്കുകയുണ്ടായി. ഇവിടെ രാഹുൽ ഗാന്ധി സംസാരിക്കുന്നത് ആദ്യം നമുക്ക് കേൾക്കാം. आइए राहुल जी, अपनी बात को रखें। രാഹുൽ ഗാന്ധി പ്രസംഗിക്കാൻ തുടങ്ങുമ്പോഴുള്ള ജനങ്ങളുടെ ആവേശം കണ്ടോ? ഇന്ത്യയിലെ ജനങ്ങൾക്ക് രാഹുൽ ഒരു പ്രതീക്ഷയായി മാറിയിരിക്കുകയാണ് എന്ന് ഇത് വ്യക്തമാക്കുകയാണ്. മോദിയുടെ പ്രസംഗം കേൾക്കാൻ ആളുകൾക്ക് താല്പര്യമില്ല എന്ന് മാത്രമല്ല, മോദിയുടെ വിഡ്ഢിത്തരങ്ങൾ കേട്ട് ഇപ്പോൾ ആളുകൾ കൈയടിക്കുകയോ ആരവം ഉയർത്തുകയോ ചെയ്യാറില്ല. ആ സ്ഥാനത്താണ് രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം എന്ന് പറഞ്ഞപ്പോൾ ജനങ്ങൾ സർവ്വ നിയന്ത്രണവും വിട്ട് ഹർഷാരവം മുഴക്കുന്നത്. धन्यवाद तेजस्वी जी, आप कैसे हैं? नमस्कार। यात्रा का एक ही मैसेज है, बीजेपी ने इलेक्शन कमीशन की मदद से महाराष्ट्र का चुनाव चोरी किया, हरियाणा का चुनाव चोरी किया, उससे पहले मध्य प्रदेश का चुनाव चोरी किया, लोकसभा में कर्नाटक में हमने उनको पकड़ा, और हमारा एक ही मैसेज है कि बिहार में वोट चोरी नहीं होने देंगे। आपको याद होगा कुछ समय पहले अमित शाह ने कहा कि अब बीजेपी की सरकार 50 साल चलेगी। जब उसने बोला, मैं हैरान हो गया था कि ये कैसे बोल रहा है कि सरकार 50 साल चलेगी। जनता तो कुछ भी कर सकती है, इसको कैसे मालूम? इसको इसलिए मालूम था क्योंकि ये वोट चोरी करते हैं, इसीलिए ये बोल रहा था कि 50 साल के लिए बीजेपी की सरकार रहेगी। अब नहीं रहेगी क्योंकि हमने वोट चोरी पकड़ ली है। ഈ യാത്രയ്ക്ക് ഒരേ ഒരു സന്ദേശമാണ് ഉള്ളത്. BJP ഇലക്ഷൻ കമ്മീഷന്റെ സഹായത്തോടെ മഹാരാഷ്ട്രയിലെ തെരഞ്ഞെടുപ്പ് മോഷ്ടിച്ചെടുത്തു, ഹരിയാന തെരഞ്ഞെടുപ്പ് മോഷ്ടിച്ചു, ഇതിനു മുൻപ് മധ്യപ്രദേശിലെ തെരഞ്ഞെടുപ്പ് മോഷ്ടിച്ചു, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കർണാടകത്തിൽ നടത്തിയ അട്ടിമറി ഞങ്ങൾ കയ്യോടെ പിടിച്ചു. അതുകൊണ്ട് ഞങ്ങളുടെ ഒരേയൊരു സന്ദേശം ഇതാണ്, ബീഹാറിൽ വോട്ടുകൊള്ള നടത്താൻ സമ്മതിക്കുകയില്ല. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും, കുറച്ചു നാളുകൾക്ക് മുൻപ് അമിത്ഷാ പറഞ്ഞു ഇനി BJPയുടെ സർക്കാർ 50 വർഷം ഭരണം നടത്തുമെന്ന്. അയാൾ അങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ ആശ്ചര്യപ്പെട്ടു പോയി. എങ്ങനെ പറയാൻ സാധിക്കും സർക്കാർ 50 വർഷം ഭരണം നടത്തുമെന്ന്? ജനങ്ങൾ ആരെ വേണമെങ്കിലും തെരഞ്ഞെടുക്കാം. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഇവർക്ക് എങ്ങനെയാണ് മനസ്സിലായത്? ഇവർക്ക് മനസ്സിലാകാൻ കാരണം ഇവർ വോട്ടുകൊള്ള നടത്തുന്നത് കൊണ്ടാണ്. അതുകൊണ്ടാണ് അയാൾ പറഞ്ഞത്
50 വർഷം BJPയുടെ ഭരണം തുടർന്നു പോകുമെന്ന്. രാഹുൽ ഗാന്ധി പറഞ്ഞത് അക്ഷരാർത്ഥത്തിൽ ശരിയാണ്. ജനങ്ങളുടെ സമ്മതിദാനാവകാശം അട്ടിമറിച്ച് കള്ള വോട്ടുകളുടെ പിൻബലത്തിൽ ഇലക്ഷൻ കമ്മീഷന്റെ സഹായത്തോടെ 50 വർഷം ഒരു പ്രശ്നവും കൂടാതെ ഭരണത്തിൽ തുടരാമെന്ന് സംഘിക്കൂട്ടങ്ങൾ വ്യാമോഹിച്ചു. അവർ വിചാരിച്ചത് ഇന്ത്യയിലെ ജനങ്ങളെല്ലാം സംഘികളെ പോലെ വിവരമില്ലാത്തവരാണ് എന്നാണ്. അതിനാൽ അവരുടെ വോട്ടുകൊള്ള ആരും പിടിക്കുകയില്ല എന്നാണ്. എന്നാൽ ഇലക്ഷൻ കമ്മീഷൻ വലിയ തടസ്സങ്ങൾ സൃഷ്ടിച്ചിട്ടും രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ അതിനെയെല്ലാം തട്ടി നീക്കി ഇവരുടെ വലിയ കൊള്ള വെളിച്ചത്ത് കൊണ്ടുവന്നിരിക്കുകയാണ്. ഇനി പ്രിയങ്ക ഗാന്ധി ഇവിടെ സംസാരിക്കുകയാണ്. കോൺഗ്രസിനെ അധികാരത്തിൽ എത്തിച്ചാൽ നിങ്ങളുടെ പോത്തിനെ കവർന്നെടുത്ത് മുസ്ലിങ്ങൾക്ക് കൊടുക്കും എന്ന് യാതൊരു ഉളുപ്പുമില്ലാതെ മോദി പറഞ്ഞതിനെ ലക്ഷ്യം വെച്ചാണ് പ്രിയങ്ക സംസാരിച്ചത്. बिहार के मेरे प्यारे नौजवान भाइयों बहनों, ബീഹാറിലെ എൻ്റെ സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, ഇത് പറഞ്ഞപ്പോഴുള്ള ജനങ്ങളുടെ ആവേശവും ഹർഷാരവും എത്ര ഉച്ചത്തിലാണ് എന്ന് കേട്ടല്ലോ. രാജ്യം മൊത്തം ഉയർത്തെഴുന്നേൽക്കുകയാണ് മോദിയുടെയും കൂട്ടരുടെയും വോട്ടുകൊള്ളയ്ക്കെതിരെ. आपका समर्थन, इतनी भीड़ देख के बहुत खुशी हुई है। आज जहां जहां हम गए वहां आप सब आए हैं, आपने अपना समर्थन दिखाया है। इसके लिए आप सबके हम बहुत बहुत आभारी हैं। നിങ്ങളുടെ പിന്തുണയും ഇത്ര വലിയ ജനക്കൂട്ടവും കണ്ടപ്പോൾ വളരെയധികം സന്തോഷം തോന്നി. ഞങ്ങൾ എവിടെയൊക്കെ പോയോ അവിടെയെല്ലാം നിങ്ങളെത്തി നിങ്ങളുടെ പിന്തുണ നൽകി. ഇതിന് നിങ്ങൾക്ക് ഞങ്ങൾ വളരെയധികം കടപ്പെട്ടിരിക്കുന്നു. भाइयों और बहनों, याद है मोदी जी ने लोकसभा के चुनाव में क्या कहा था? याद है मोदी जी ने लोकसभा के चुनाव में कहा था कि देशवासियों सावधान हो जाओ, ये कांग्रेस वाले तुम्हारी भैंस चुरा देंगे। कहा था कि नहीं? സഹോദരി സഹോദരന്മാരെ, ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് മോദി എന്താണ് പറഞ്ഞത് എന്ന് നിങ്ങൾ ഓർക്കുന്നുണ്ടാവുമല്ലോ. ഓർമ്മയുണ്ടോ? മോദി ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് പറഞ്ഞു, രാജ്യത്തെ ജനങ്ങളെ നിങ്ങൾ ജാഗരൂകരായിരിക്കുവിൻ, ഈ കോൺഗ്രസുകാർ നിങ്ങളുടെ പോത്തിനെ മോഷ്ടിച്ചു കൊണ്ടുപോകും. അങ്ങനെ പറഞ്ഞില്ലേ? अरे हमें क्या पता था, ये तो वोट चुरा रहे थे। भैंस छोड़ो, ये तो आपकी वोट चुरा लिए। तो सुनिए, ये वोट ये क्या है और इसका महत्व क्या है आपके लिए? ये वोट इस भारत के लोकतंत्र का आधार है, ये मूल है इस तंत्र का। നമുക്ക് അറിയില്ലായിരുന്നു ഇവർ നിങ്ങളുടെ വോട്ടുകൾ കൂടി മോഷ്ടിച്ചു കൊണ്ടുപോകുമെന്ന്. പോത്തിന്റെ കാര്യം വിടൂ, ഇവർ നിങ്ങളുടെ വോട്ടുകൾ മോഷ്ടിക്കുകയാണ്. കേട്ടുകൊള്ളൂ, ഈ വോട്ട് എന്ന് പറയുന്നത് എന്താണ്? നിങ്ങൾക്ക് അതിന്റെ പ്രാധാന്യം എന്താണ്? വോട്ട് രാജ്യത്തിന്റെ ജനാധിപത്യത്തിന്റെ നെടും തൂണാണ്. ഇത് ജനാധിപത്യത്തിന്റെ അടിസ്ഥാന ശിലയാണ്. ये वोट आपका वो अधिकार है जो सबसे कीमती अधिकार है। इसको आप चोरी होने देंगे? बोलिए, चोरी होने देंगे? इन्होंने क्या क्या चोरी किया है आपका? आपके रोजगार चोरी किए हैं। जो भी आपकी जो बड़ी बड़ी कंपनियां थी सरकार की, वो आपसे चोरी करके अपने दोस्तों को दे दिए हैं। നിങ്ങളുടെ ഏറ്റവും വിലയേറിയ അവകാശമാണ് വോട്ട്. അതിനെ കവർന്നെടുക്കാൻ നിങ്ങൾ അനുവദിക്കുമോ? പറയൂ, കവർന്നെടുക്കാൻ അനുവദിക്കുമോ? ഇവർ നിങ്ങളുടെ എന്തെല്ലാമാണ് കവർന്നെടുത്തത്? നിങ്ങളുടെ തൊഴിൽ കവർന്നെടുത്തു, നിങ്ങളുടെ സ്വന്തമായ സർക്കാർ കമ്പനികൾ കവർന്നെടുത്ത് അവരുടെ സുഹൃത്തുക്കളായ അദാനിക്കും അംബാനിക്കും നൽകി. हर स्तर पर आपके साथ चोरी हो रही है। ये आखिरी चीज है, जो सबसे कीमती चीज है, इसे चोरी मत होने दो। ये आपकी पहचान है, आपकी नागरिकता का आधार है। अगर ये चोरी करने देंगे तो आपकी पहचान ही नहीं रहेगी। എല്ലാ മേഖലകളിലും നിങ്ങളെ കൊള്ളയടിച്ചു. ഇത് ഏറ്റവും അവസാനമായ കൊള്ളയാണ്. ഇതാണ് ഏറ്റവും വിലപിടിച്ച വസ്തു. അതിനെ മോഷ്ടിക്കാൻ അനുവദിക്കരുത്. ഇത് നിങ്ങളുടെ ഐഡന്റിറ്റിയാണ്, നിങ്ങളുടെ പൗരത്വത്തിന്റെ അടിസ്ഥാനമാണ്. ഇത് കൊള്ളയടിക്കാൻ അനുവദിച്ചാൽ നിങ്ങളുടെ ഐഡന്റിറ്റി തന്നെ നഷ്ടമാവും. जितनी स्कीमें हैं, अगर कल को आपदा आ गई, बाढ़ आ गई,
ഏതൊക്കെ സ്കീമുകളുണ്ടോ. നിങ്ങൾക്ക് നാളെ എന്തെങ്കിലും അസുഖം വന്നാൽ നിങ്ങൾക്ക് ഇൻഷുറൻസ് ലഭിക്കില്ല, നിങ്ങൾക്കുള്ള ഒരു സ്കീമുകളും ലഭിക്കില്ല, നിങ്ങൾക്ക് തൊഴിൽ ലഭിക്കില്ല. കാരണം നിങ്ങൾക്ക് ഐഡന്റിറ്റി കൂടി ഉണ്ടാവില്ല, നിങ്ങൾക്ക് പൗരത്വം ഉണ്ടാവില്ല. तो आप सावधान हो जाइए, आज मैं ये कह रही हूं आपसे, आप सावधान हो जाइए, अपने अधिकार की चोरी मत होने दीजिए। जोर से मेरे साथ बोलिए, वोट चोर गद्दी छोड़। അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധാലുക്കൾ ആകണമെന്ന് ആണ് ഞാൻ ഇന്ന് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങൾ ജാഗരൂകരായിരിക്കുവിൻ. നിങ്ങളുടെ പൗരാവകാശത്തെ കവർന്നെടുക്കാൻ അനുവദിക്കരുത്. അതിനുശേഷം മുദ്രാവാക്യം വിളിച്ചു കൊടുക്കുകയാണ്, വോട്ട് കള്ളന്മാർ അധികാരത്തിൽ നിന്ന് ഇറങ്ങിപ്പോകൂ എന്ന്. ഏതായാലും ഈ യാത്ര ബീഹാറിൽ വലിയ കൊടുങ്കാറ്റായി മാറിയിരിക്കുകയാണ്. ബീഹാറിലെ ജനങ്ങൾ മാത്രമല്ല, രാജ്യമെമ്പാടുമുള്ള ജനങ്ങൾ വ്യക്തമായി മനസ്സിലാക്കിയിരിക്കുന്നു എങ്ങനെയാണ് 5 പൈസയുടെ വിവരമില്ലാത്ത മോദിയും കൂട്ടരും ഭരണത്തിൽ എത്തിയതെന്നും തുടരുന്നതെന്നും. ഇത് രാജ്യത്തെ നശിപ്പിക്കുന്ന ഇവരുടെ ഭരണത്തിന്റെ അവസാനം കുറിക്കുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു.